അയ്യോ ലൈഫിൽ കാണാൻ ആഗ്രഹിച്ചു. അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ചെയ്യും, പക്ഷെ അത് പഠിച്ചതല്ല. ഞാൻ കൂടുതൽ കണ്ടത് സാറിന്റെ ഡാൻസിനോട് പ്ലേസ് ആവാം. കുഞ്ഞു പോലെ സാറിന്റെ ഡാൻസ് ശോഭന മാഡത്തിനെ കണ്ടു ഞാൻ പോയി കുറെ കാര്യങ്ങൾ. ഇല്ല, ഞാൻ അതുകൊണ്ടാണ് കാളിന്നിട്ട്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, കണ്ടാലും പഠിക്കും. ഇല്ല, ഡാൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരും, താളം ഇട്ടാ അറിയാണ്ട് ഡാൻസ് ചെയ്യും. പിന്നെ ഇപ്പൊ കാലിന് ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ താളം വന്നു കഴിഞ്ഞാൽ കാലിന്റെ വേദന മറന്നു പോകും. അയ്യോ ലൈഫിൽ കാണാൻ ആഗ്രഹിച്ചു. അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. എൻ്റെ സ്കൂളിലൊക്കെ അന്വേഷിച്ച പഠിക്കുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ അറിയാം, എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ പറയാ, ഞാൻ ഭയങ്കര വണ്ണമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ആ പേരും പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതേ ആൾക്കാരൊപ്പം ഡാൻസ് ചെയ്ത് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ഒക്കെ മൂവിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒട്ടും അന്നൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചോ. കുഞ്ഞിലെ വളരെ ചെറുതിലെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന വെച്ചാ നമ്മ ആ ആള് എന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ആരെങ്കിലും പിന്നാലെ ഞാൻ പോയിട്ടുണ്ടോ? ഒരു ആക്ടറിന്റെ എന്നെ പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളെ മാത്രം ഞാൻ തേടി പോയിട്ടുള്ളൂ. ബാക്കി ആര് വന്നാലും ശരി ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരാളുടെ പുറകെ ഇത്രയും വെപ്രാളപ്പെട്ട് പോയെങ്കിൽ, ഒരാളുടെ കാൽത്തൊട്ടെങ്കിൽ, അത് അത്രയും ക്രേസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഡാൻസിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. എന്താ പറയാ, അങ്ങനെ ഒരാളെ ഞാൻ മുമ്പിൽ കാണുമ്പോൾ അത് ദൈവത്തിനെ കാണുന്നത് തുല്യ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ, ആ വിശ്വസിക്കുന്ന ദൈവം തന്നെയാ. നൃത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ അല്ലെ, ഗുരുവല്ലേ. എന്റെ ഫോട്ടോ എടുക്കുമ്പോ എന്റെ താടി വിറക്കും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില മൂമെന്റ്സിലൊക്കെ എനിക്ക് താടിയൊക്കെ ഇറക്കും, കണ്ണൊക്കെ നിറയും. സത്യം പറഞ്ഞാൽ എന്താ പറയാ, എന്നെ കളിയാക്കി എന്ന് വെച്ചാൽ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാ ഞാൻ ഈ ഒരു പൊസിഷനിലേക്കണേ. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കാണാൻ പറ്റിയത്. എന്താ പറയാ, ഭയങ്കര പ്രൗഡ് മൂവ്മെന്റാ. ഒന്നുമല്ല എന്നുള്ള ചിന്തിച്ച സ്ഥലത്ത് സ്കൂളിൽ പോലും പൊട്ടക്കുട്ടി എന്ന് പറയുമ്പോൾ അല്ല, ഫയർ ഉണ്ട്, എന്നിലൊരു ഫയർ ഉണ്ട്. അതെനിക്ക് ഭയങ്കര അഭിമാനമാണ്. സാറിനെ കണ്ടതിൽ എന്താ പറയാ, തുള്ളി ചാടാനൊക്കെ തോന്നി. പക്ഷെ അതും ചിലപ്പോൾ വേറെ രീതിയിൽ വൈറലാവും. എന്താ പറയാ, അതെങ്ങനെയാ, മണ്ണിന് നമ്മ ഫൈറ്റ് ചെയ്യുമ്പോൾ മണ്ണും എല്ലാം പ്രകൃതിയെ എന്ന് പറയല്ലേ ഡാൻസും. അപ്പൊ അദ്ദേഹത്തിന്റെ കാലിൽ തുറന്നതിൽ എനിക്കൊരു അഭിമാനക്കുറവില്ല. എന്താ പറയാ, അഭിമാനമേ ഉള്ളൂ, അത് സത്യം.